ബർമുഡ ട്രയാങ്കിൾ കടൽ വിഴുങ്ങിയ 1000-ലധികം ജീവനുകൾ. വെൽക്കം ടു 30 Days of 30 Mysteries Day 6. ലോകം ഭയക്കുന്ന ഒരു പേരുണ്ട്, ബർമുഡ ട്രയാങ്കിൾ അല്ലെങ്കിൽ ചെകുത്താന്റെ കടൽ. ഫ്ലോറിഡയിൽ നിന്ന് ബർമുഡയിലേക്ക്, അവിടുന്ന് പ്യൂർട്ടോറിക്കോയിലേക്ക് ഒരു വരയ്ക്കൂ. കിട്ടുന്നത് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു ശവപ്പറമ്പ്. കഴിഞ്ഞ 100 വർഷത്തിനിടെ ഇവിടെ 50-ലധികം കപ്പലുകളും 20-ലധികം വിമാനങ്ങളും അപ്രത്യക്ഷമായി. 1000-ലധികം പേർ, ഒരു തുമ്പും ബാക്കിയില്ല. എന്നാൽ കഥ തുടങ്ങുന്നത് 1945 ഡിസംബർ 5-നാണ്. അമേരിക്കൻ നേവിയുടെ 5 ബോംബർ വിമാനങ്ങൾ, പേര് ഫ്ലൈറ്റ് 19, 14 പരിചയസമ്പന്നരായ പൈലറ്റുമാർ, സാധാരണ പരിശീലന പറക്കൽ. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൺട്രോൾ റൂമിലേക്ക് ഒരു വിചിത്ര സന്ദേശം വന്നു. ലീഡർ പൈലറ്റ് ലഫ്റ്റനന്റ് ചാൾസ് ടൈലറിന്റെ വിറയ്ക്കുന്ന ശബ്ദം. ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. 2 കോമ്പസും തെറ്റാണ്. കടൽ സാധാരണ പോലെയല്ല, എല്ലാം വൈറ്റ് വാട്ടറാണ്. ഞങ്ങൾ വഴിതെറ്റി. പിന്നെ നിശബ്ദത. റേഡിയോ ഡെഡ്. റഡാറിൽ നിന്ന് 5 വിമാനങ്ങളും ഒരുമിച്ച് മാഞ്ഞു. 14 പേർ അപ്രത്യക്ഷം. കഥ തീർന്നില്ല. അവരെ രക്ഷിക്കാൻ അമേരിക്കൻ നേവി PBM മറൈനർ എന്ന ഭീമൻ രക്ഷാ വിമാനം അയച്ചു. 13 പേരടങ്ങുന്ന ക്രൂ. ടേക്ക് ഓഫ് കഴിഞ്ഞ് കൃത്യം 20 മിനിറ്റ് ഒരു വലിയ പൊട്ടിത്തെറി. പിന്നെ ആ വിമാനവും അപ്രത്യക്ഷമായി. ഒറ്റ ദിവസം 6 വിമാനം, 27 ജീവൻ. ഒരു മൃതദേഹം പോലും കിട്ടിയില്ല. പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ല. 1918-ൽ USS സിക്ലോപ്സ് എന്ന 180 മീറ്റർ നീളമുള്ള അമേരിക്കൻ യുദ്ധക്കപ്പൽ 309 സൈനികരുമായി പോയി. ഒരു SOS ഇല്ല, ഒരു മെയ്ഡേ കോൾ ഇല്ല, ഒരു കടലാസ് കഷ്ണം പോലും ഇല്ല. അമേരിക്കൻ നേവിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹ നഷ്ടം. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 1. അറ്റ്ലാന്റിസ്. മുങ്ങിപ്പോയ ആ നഗരത്തിലെ ക്രിസ്റ്റൽ എനർജി ഇപ്പോഴും കപ്പലുകളെയും വിമാനങ്ങളെയും വലിച്ചെടുക്കുന്നു എന്ന് ചിലർ. 2. ഏലിയൻ ബേസ്. അന്യഗ്രഹ ജീവികൾ മനുഷ്യരെ പരീക്ഷണത്തിന് കൊണ്ടുപോകുന്നു എന്ന് വേറെ ചിലർ. 3. കാന്തിക ചുഴി. ഭൂമിയുടെ കാന്തിക ശക്തി അവിടെ കട്ടപ്പുറത്താണ്. കോമ്പസും GPS-ഉം എല്ലാം പണിമുടക്കും. പക്ഷേ ശാസ്ത്രം എന്തു പറയുന്നു? NOAA എന്ന അമേരിക്കൻ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം 3 വില്ലന്മാരാണ് അവിടെയുള്ളത്. 1. റോഗ് വേവ്സ്. 10 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള തിരമാലകൾ പെട്ടെന്ന് വരും, ടൈറ്റാനിക്കിനെ പോലും 2 ആക്കാൻ പോകുന്നത്. 2. മീഥേൻ ഗ്യാസ്. കടലടിയിൽ നിന്ന് വലിയ ഗ്യാസ് കുമിളകൾ പൊട്ടിവരും. അപ്പോൾ വെള്ളത്തിന്റെ സാന്ദ്രത പോവും, കപ്പൽ ഒരു കല്ല് പോലെ താഴും. 3. ഗൾഫ് സ്ട്രീം. മണിക്കൂറിൽ 9 കിലോമീറ്റർ വേഗതയിൽ ഒഴുകുന്ന കടൽ നദി. അവശിഷ്ടങ്ങൾ മുഴുവൻ അത് കൊണ്ടുപോകും. പിന്നെ ഒരു കാര്യം കൂടി, ലോകത്തെ ഏറ്റവും കൂടുതൽ കപ്പലും വിമാനവും പോകുന്ന സ്ഥലമാണ് ബർമുഡ ട്രയാങ്കിൾ. അപ്പോൾ അപകടങ്ങളും കൂടും. ഇത് ഹൈവേയിൽ ആക്സിഡന്റ് കൂടുതലാണ് എന്ന് പറയുന്നത് പോലെയാണെന്ന് ശാസ്ത്രജ്ഞർ. എന്നിട്ടും ഒരു ചോദ്യം ബാക്കി. ശരി, കപ്പൽ മുങ്ങിയെന്ന് വെക്കാം, പക്ഷേ വിമാനങ്ങളുടെ ബ്ലാക്ക് ബോക്സ് പോലും എന്താ കിട്ടാത്തത്? 30,000 അടി ഉയരത്തിൽ നിന്ന് വീണാലും അവശിഷ്ടങ്ങൾ കാണണം. പക്ഷേ ഇവിടെ ഒന്നുമില്ല, ശൂന്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ബർമുഡ ട്രയാങ്കിൾ ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി ആയി തുടരുന്നത്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? ശാസ്ത്രമോ അതോ അറ്റ്ലാന്റിസോ? കമന്റ് ചെയ്യൂ.